എല്ലാവർക്കും നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാട്ടിൻപുറം ഓരോ ദിവസവും വളരെ പ്രത്യേകതയുള്ള ആളുകളെ, ദൃശ്യങ്ങളെ, സ്ഥലങ്ങളെ, സംഭവങ്ങളെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അവറുക്ക എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യനെയാണ്. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഇലക്ട്രോണിക് സാധനങ്ങൾ നേരെയാക്കുന്നു. അതേപോലെ വളരെ രസികനായ ഒരു കഥാപാത്രമാണ്. വളരെ തമാശ പറയാനും അതേപോലെ വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാനും വളരെയേറെ വിശേഷങ്ങളുള്ള അവർക്കായുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ഈ നാട്ടിൻപുറം. അവറുക്ക എന്ന ഈ സാധാരണ മനുഷ്യന് ജീവിതത്തിൽ തുണയായത് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ മേലങ്കികളല്ല, പിടിച്ചു നിൽക്കാനുള്ള ജീവിത സമരത്തിൽ പിന്നിട്ടുപോയ വഴികളിൽ അനുഭവം സ്വരൂപിച്ചെടുത്ത അറിവുകളും നിരീക്ഷണം സമ്മാനിച്ച അവബോധവുമായിരുന്നു. ഇന്നും കൈമോശം വന്നിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ നർമ്മബോധം പുതിയ തലമുറ അറിഞ്ഞാചരിക്കാൻ വൈകിപ്പോയ തത്വവിചാരമാണ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അവർക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ്. എന്താ വെച്ചാൽ ഒന്ന് അവർക്കാരുടെ ഒരു ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ അവർക്കാരുടെ ജീവിതത്തിന്റെ ബാക്കി കാര്യങ്ങൾ അറിയണം. അവർക്കാരുടെ പല കഥകളും ആൾക്കാർ പറയണതും അവർക്കാരുടെ ഒരുപാട് കഥകളും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി, അതൊക്കെ ഒരു പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ നാട്ടിൽ. അപ്പോ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഇതൊന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയാണ്? ഞങ്ങള് ചെറുപ്പത്തില് വളരെ ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി ആയിരുന്നു, നമ്മുടെ നവാസിന്റെ ഫാമിലി. നവാസ്, ആ കുടുംബം ഞങ്ങളായിട്ടുള്ള ബന്ധം ജ്യേഷ്ഠത്തി അനിയത്തി മക്കളാണ്. അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിരുന്നു. പിന്നെ ഞാൻ വടക്കാഞ്ചേരി മറ്റേ എങ്ങക്കാട് ഹൈസ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അവിടെ 4 വരെ പഠിച്ചുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ട് പലതും നേടാൻ പറ്റിയില്ല. അങ്ങനെ പക്ഷേ ഇതിലേറെ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഇത്രയും നേടിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. 3 കഴിഞ്ഞ് 4ലേക്കാ പോയത്, പിന്നെ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ഖേദം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡൈയിങ് ആൻഡ് പ്രിന്റിങ് ആദ്യത്തെ വർക്ക് 9 വർഷം അതിൽ ജോലി ചെയ്തു. പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ മുണ്ട് കളർ മുക്കുക, സാരി, അങ്ങനെയുള്ള ഐറ്റംസ്. അതിൽ ബ്ലോക്ക് എഗ്രിവേഴ്സ് കൂടി ആയി. അത് ഇവിടെ തന്നെ ഒട്ടുവാർത്തിലുണ്ടായിരുന്നു. കുറെ മുമ്പ് ഒരു 59-40 ആ ലെവലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്ത് 9 വർഷം അതിൽ വർക്ക് ചെയ്തു. അങ്ങനെ ആ വർക്ക് പോവുകയാണ്. പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വർക്ക് പോയതിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം പിന്നെ പല ഫീൽഡിലേക്ക് ഇങ്ങനെ കടക്കാൻ തുടങ്ങി. വീട്ടിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ഫീൽഡിൽ ഇങ്ങനെ മാറിയിട്ട് കച്ചവടങ്ങളായി. പിന്നെ ആട് കച്ചവടങ്ങളായി, കല്ല് കച്ചവടമായി. പിന്നെ ഇലക്ട്രോണിക്കിന്റെ വർക്ക്, ഒരു 59 ഇലക്ട്രോണിക്സിന്റെ വർക്ക് പഠിച്ചപ്പോൾ ചെയ്യാൻ നിവൃത്തിയില്ലാതായി, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. കാരണം ടെസ്റ്റിന് പോകാൻ പറ്റിയില്ല. ടെസ്റ്റിന് പോകാനുള്ള വിദ്യാഭ്യാസം ഇല്ലല്ലോ. അപ്പം അത് പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് കടക്കാരൻ നമ്മളെ സഹായിച്ചു. പേപ്പർ എൻ്റെ പേരിൽ കൊടുക്കാം, കാരണം വർക്ക് ഉണ്ടെങ്കിൽ എടുത്തു, അതിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നെങ്കിലും ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ആ ലെവലിൽ പിന്നെ ഹൗസ് വയറിങ് എടുത്തു, പിള്ളേരൊക്കെ വെച്ചിട്ട്. അങ്ങനെ കുറച്ച് കാലം അത് നടത്തി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാത്തൊരു പണിയായി. കാരണം എന്ന് വെച്ചാൽ വർക്ക് ഇഷ്ടം പോലെ ആയി, ആൾക്കാരും ഇഷ്ടം പോലെ ആയി. അപ്പോൾ വർക്ക് പിന്നെ കുറേശ്ശെ കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയി. കാരണം പുതിയ പിള്ളേർ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആ ലെവൽ വന്നിട്ട് നോക്കിയാൽ പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ടിരുന്ന പിന്നെ പിള്ളേരായി ഒക്കെ വർക്ക് ചെയ്യാനും. പിന്നെ കുറേ പിള്ളേർ ഞാൻ പഠിപ്പിച്ചു, എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു പോയിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിൽ കുറേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോറിൻ ബിസിനസ്സാക്കി മാറ്റി. ഫോറിൻ ബിസിനസ്സുകാരുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ, വാച്ച്, ടൈം പീസ്, അങ്ങനെ തുണികൾ, സാരികൾ, അതൊക്കെ ആയിട്ട് 9 വർഷം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ബിസിനസ് ചെയ്തു. 9 വർഷം അങ്ങനെ നല്ല നിലപാടിലിങ്ങനെ ആയി പിടിച്ച് കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ 2-3 കുട്ടികളായി, കുടുംബമായി. അങ്ങനെ കുറച്ചായപ്പോൾ നിന്നൊക്കെ എടുത്തിട്ടുള്ള ലെവലിൽ ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അപ്പോൾ ബാക്കി കൂടുതൽ എനിക്ക് കടക്കാൻ നമ്മൾ സഹായിക്കാൻ അന്നാരും ഉണ്ടായില്ല. സാമ്പത്തികമായി ഒരു സഹായം കിട്ടണ്ടേ, എന്തെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന്. അപ്പോൾ കുറച്ച് ഓടിക്കും, അത് കഴിയുമ്പോൾ അതവിടെ ഇടും, ഒരു വേറെ എന്തെങ്കിലും പിടിക്കും. അപ്പോൾ ആ പിടിക്കേണ്ടി വരണം എന്താ വെച്ചാൽ മുതൽ മുറക്കാൻ ആരുമില്ല. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പിന്നെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ ഗോപുരം സോപ്പ് ഏജൻസി എടുത്തു, വേലന്താവളം.
ബാർ സോപ്പ് അതെടുത്തിട്ട് അതിൻ്റെ ഓർഡർ നമ്മളോട് പറഞ്ഞു താൻ സെയിൽ ചെയ്തോ, എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 വർഷം അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓർഡർ ചെട്ടിയാരായിരുന്നു. അദ്ദേഹം വയസ്സായി മരിച്ചു. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല. ആ വർക്കും വേണ്ട വെച്ചിട്ട് അതേ കുറേ വർക്ക്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ബിസിനസ്സിൽ അങ്ങനെ പഴയതല്ലാതെ ആ ഒരു അറിവും വിദ്യാഭ്യാസവും അല്ലാതെ വിദ്യാഭ്യാസപരമായിട്ട് ഉയരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ ബോംബെയിലൊക്കെ ഡൈനിങ് മാഷായിട്ട് പോകേണ്ടതാണ്. അവിടേക്ക് ഒരാൾ ബുക്ക് ചെയ്തു, ഡൈനിങ് മാഷായിട്ട് എടുക്കാം. ബുക്ക് ചെയ്തിട്ട് വിദ്യാഭ്യാസം ചോദിച്ചു, ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ. അപ്പോൾ അയാൾക്ക് പ്രശ്നമായി. ഞാൻ ചെയ്യുന്ന പണി കണ്ടപ്പോൾ അയാൾക്ക് വലിയ അതിശയം തോന്നി. കാരണം ഒരു മിഷൻ ചെയ്യുന്ന പണിയാണ് ഇയാൾ ചെയ്യണമെന്ന് അവർക്ക് വലിയ തോന്നിയിട്ട് ഇന്ന് അയാൾ ക്ഷണിച്ച് കൊണ്ടുപോകാൻ മെനക്കെട്ടതാണ്. അപ്പോൾ മെനക്കെട്ട് നോക്കിയപ്പോൾ ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ഇല്ല. അല്ലെങ്കിൽ അന്ന് ഡൈനിങ് മാഷായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ പലതിലും പരാജയപ്പെട്ടു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു. കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഒരു നല്ല ലെവലിലൊക്കെ വന്നപ്പോൾ പിന്നെ അവരുടെ ഇതൊക്കെ കിട്ടിയപ്പോൾ ഒരു നല്ല ലെവലിലെത്തി. അപ്പോൾ അവരുടെ ഇതിൽ ഭക്ഷണത്തിലെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ചെറിയ മിനി, അപ്പോൾ അത് അറിയുന്ന വർക്കുകളാണല്ലോ, അതൊന്നും നഷ്ടപ്പെട്ടല്ല എന്നുള്ള നിലയ്ക്ക് അത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ ആരൊക്കെയാണ് നമ്മൾ നാട്ടിൻപുറത്തേക്ക് വേണ്ടതെന്ന് ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് അന്വേഷിച്ചു. അപ്പൊ നാട്ടിൽ അന്വേഷിച്ച് പറഞ്ഞു ഇങ്ങനെ അവർക്ക് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ എന്താണ് അവർക്കിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര രസികനാണ്, ആളുടെ ഒരുപാട് കഥകള് പറയും ആള്, അതേപോലെ തന്നെ കുറെ പാട്ടുകളൊക്കെ അറിയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താ വെച്ചാല് കഥ വേറെ തിയേറ്റർ കിടക്കുന്നുണ്ട്. ഈ കാസറ്റ് കട മുള്ളൂർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അവിടെ പാട്ടിങ്ങനെ കാസറ്റ് പിടിക്കാൻ വേണ്ടി പിള്ളേർ വരും, ആൾക്കാരൊക്കെ വരും, പല പാട്ട് ലിസ്റ്റ് എഴുതി തരുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എഴുതിയതൊക്കെ നോക്കി അടിച്ച് കൊടുക്കല പതിവ്. അപ്പോൾ ഒരു പയ്യനെ ഒരു കാസറ്റ് കൊള്ളുന്നു അവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാസറ്റ് എപ്പോഴും ഞാൻ ലോലിട്ട് തിരിച്ചു നോക്കും, ചെക്ക് ചെയ്തിട്ട് അടിക്കാറുള്ളൂ. ഈ പയ്യൻ കൊടുത്ത കാസറ്റ് ചെക്ക് ചെയ്തില്ല. അങ്ങനെ അത് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാസറ്റ് കയറ്റിയിട്ട് പാട്ട് പാടിയപ്പോൾ അവൻ എഴുതി തന്നിട്ടുള്ളത് കൃഷ്ണപരത്തിലെ ഒരു പാട്ടാണ്. അപ്പം അതിലൊരു കുമാരേട്ടാന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്, അപ്പോൾ അതിലൊരു കുമാരേട്ടാന്ന് വിളിക്കുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ ഈ പയ്യന് കാസറ്റ് ചെയ്തപ്പോൾ ആ ഭാഗം ഈ ഓല ഇങ്ങനെ മടങ്ങി, കാസറ്റിലെ ഓല ഇങ്ങനെ മടങ്ങിയപ്പോൾ അത് കയറില്ല, ഓല മടങ്ങി കഴിഞ്ഞാൽ അവിടെ കയറില്ല. അപ്പോൾ ആ പാട്ടിൻ്റെ ആ രംഗം അവിടെ പോയപ്പോൾ പയ്യൻ രണ്ടാമത് എടുത്ത് കൊണ്ടുവന്നു. ഇതിലെ കൃഷ്ണപരത്തിൻ്റെ ആ പാട്ടിൽ ആ കുമാരേട്ടാന്ന് വിളിക്കുന്ന ഭാഗമില്ലല്ലോ. അപ്പോൾ ഞാനെന്ത് ചോദിച്ചാൽ അത് മൈക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ശബ്ദത്തിൽ അതിൽ കയറ്റി. അതങ്ങനെ ആൾക്കാരൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ കുമാരേട്ട ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് പെട്ടെന്നല്ലേ പിന്നെ ആൾക്കാർ നമ്മളെ കുമാരേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പേര് മാറി കുമാരേട്ടനായി. അപ്പം അങ്ങനെ ഒരു രസമുണ്ടായി, ഞാനത് പറയാനുള്ള കാരണമുണ്ട്. അപ്പം അങ്ങനെ പലതും നമ്മളായിട്ട് രസം ടൈം പാസ് എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മളായിട്ട് വലിയൊക്കെ വന്നാലൊക്കെ അങ്ങനെ പോവാറുണ്ട്. അപ്പം ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയുന്ന പണി എന്താണ് ലാപ്സ് ആക്കണം എന്നുള്ള നിലയ്ക്ക് അതുമ്പോൾ പിടിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് വർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സുരക്ഷയിൽ പോളില്ല, അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് ഞങ്ങൾ അറിഞ്ഞത് അവർക്കൊക്കെ അങ്ങനെ ഒരു പ്രായഭേദമില്ല, അവർക്കവിടെ ആൾക്കാർക്ക് മാത്രമേ മിണ്ടൂല്ലെങ്കിൽ അങ്ങനെ വയസ്സായ അങ്ങനെയില്ല, എല്ലാ പ്രായക്കാരും ചെറിയ കുട്ടിയെ കണ്ടാലും എന്തെങ്കിലും പോകും. അത് എനിക്കൊരു സ്വഭാവമുള്ള എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒരു പുതിയ ഒരാളായിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ബന്ധപ്പെടണം. ഒരു പുതിയ ആള് എന്നുവെച്ചാൽ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ല, ഒരു പുതിയ മനുഷ്യൻ ആദ്യമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുക. അത് കുറച്ച് വയസ്സായ ആളായാലും വേണ്ടില്ല, പ്രായം കുറഞ്ഞ ആളായാലും വേണ്ടില്ല, ഒരു മുതിർന്ന ആളായാലും വേണ്ടില്ല. അപ്പോൾ ആ കുട്ടിയിൽ നിന്നാണ് നമുക്ക് ഗ്രഹിക്കാനും വല്ലതുണ്ടെങ്കിൽ അതിന് നമ്മൾ അത് കുറച്ച് പിടിച്ചെടുക്കും. അല്ല വയസ്സായ ആളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നും. ആ പഴയ സ്റ്റോറികളിലെ ഓരോ തുമ്പൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു അറിവ്, അല്ല അത് മുമ്പേ ഉള്ളൊരു ശീലമായിരുന്നു. അപ്പോൾ ഇതിനെ കുറേ അറിവ് സമ്പാദിക്കാൻ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അറിവ് സമ്പാദിക്കാൻ വേണ്ടി കുറേ അധികം പ്രയത്നിച്ചിട്ടുണ്ടായി തന്നെയല്ല. കുറേ ബിസിനസ് കൂടെ വന്നപ്പോൾ ആൾക്കാരെ സമ്പർക്കം പുലർത്തിയിട്ട് കുറേ അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അറിവാണ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾക്കാർക്ക് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, നമ്മൾ ഈ ബിസിനസ്സിൽ കൂടെ ആൾക്കാരായിട്ട് പഴകിയിട്ട് ഇങ്ങനെ ആ ഒരു ബിസിനസ്സിനെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാലത്ത് ചപ്പട വരാനൊക്കെ എത്തി. അപ്പോൾ ഇപ്പോഴും നമ്മളെന്താ വെച്ചാൽ അപ്പോൾ അതാണ് നമുക്ക് മെയിൻ ഐഡിയ. ഇപ്പം ഇന്നും നമ്മളൊരാളെ കണ്ടാൽ അവൻ ആ ഇതിൽ നമുക്ക് പിടിച്ചെടുക്കാൻ എന്തെങ്കിലും അവനുണ്ടോ ഇന്ന് നമ്മൾ സംശയിച്ചൊന്നും നമുക്ക് പരിചയപ്പെടും. അപ്പോൾ അതാണ് ഈ പരിചയപ്പെടുന്നതിൻ്റെ സൂത്രം, അത് വേറെ ഒന്നല്ല. അപ്പോൾ അത് അങ്ങനെ ചെറിയ ആളാ വലിയ ആളാ നോക്കാറൊന്നുമില്ല. അവിടെ
അപ്പോൾ ഇത് തന്നെ നമ്മുടെ അവർക്കായിട്ട് ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ഗുണമാണ്. എന്താ വെച്ചാൽ സാധാരണ ആൾക്കാർ വിദ്യാഭ്യാസമില്ലെങ്കിൽ അവർ അറിവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇത് നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും അറിവ് കൂടുതൽ ശേഖരിക്കണമെന്നും അതുപോലെ തന്നെ ഏതൊരാളെ കണ്ടാലും ചെറിയ ആളായാലും വലിയ ആളായാലും അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പാഠവുമൊക്കെ നമ്മുടെ അഭ്യസ്തവിദ്യർ കൂടി അവർക്കായിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അവർക്ക് അടുത്തേക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ അവർക്കിപ്പോ ഈ പാട്ടുകള്, പാട്ടിന്റെ റെക്കോർഡിങ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടുകളെ പറ്റി ഒരു ധാരണയുണ്ടാവും. ഇപ്പൊ ഇപ്പൊ മുസ്ലിം ഗാനങ്ങളിൽ തന്നെ പുതിയ തരം പാട്ടുകൾ, ഇപ്പൊ ആൽബം പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ 10 പാട്ടിന്റെ വരി എടുത്താൽ അത് വെച്ച് 15ാമത്തെ പാട്ട് ഉണ്ടാക്കല്. പിന്നെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാരുടെ പഴയ പാട്ട്. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ഇതിന് എന്താ അതിന്റെ ഇഷ്ടം? അതിന് 2 വരിയൊക്കെ പാട്ട് ഞാൻ ഉണ്ടെങ്കിലും പാടിയ പരിചയം എനിക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ എങ്കിലും വേണമെങ്കിൽ ഭാഷ നിർബന്ധിച്ചുകൊണ്ട് ഒരു 2 വരി കേൾപ്പിക്കാൻ വേണ്ടി പാടാം. മണക്കും താമര പുതുമ പൂമരം കുളുന്ന ആനന്ദം കൊണ്ട് എന്റെ മനസ്സ് സഞ്ചാരം കൊണ്ട് എനിക്ക് പുഞ്ചിരി മയക്കം കാണിച്ച് എനിക്കില്ല തുളുമ്പി ചാടിയ പൂതി എനിക്ക് പെണ്ണോട് ചേരി. എരിഞ്ഞോളിയൊക്കെ കൂട്ടരൊക്കെ പാടിയുള്ള പാട്ടുകളൊക്കെ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ വരിക. അങ്ങനെ മൂപ്പരോടാണ് നമുക്കൊക്കെ വലിയ താല്പര്യം. പഴയ പാട്ടുകാരോടാണ്. ഇപ്പോഴത്തെ പുതിയ മോഡൽ പാട്ടും പഴയ പാട്ടിനും വളരെ വ്യത്യാസമാണ്. പഴയതിൽ ഇപ്പൊ നമുക്ക് ആ ദുബായ് കത്തൊക്കെ പാടാൻ വയ്ക്കല്ലേ, എത്ര കേട്ടാലും ഞാനേ ക്യൂ ആയിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ സീരിയസ് സെന്റർ നടത്തുന്ന സമയത്ത് ക്യൂ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ എരിഞ്ഞോളി മുസറ പാട്ടുകൾ, പിന്നെ ഈ ദുബായ് കത്ത്, അതൊക്കെ അന്നത്തെ ദുബായ് കത്തുകൾ. ഇപ്പോഴത്തെ ചില ആൽബങ്ങളൊക്കെ അത് രണ്ടും കൂടി വളരെ മാറ്റങ്ങളാണ്. ആ പാട്ടിൽ ആസ്വദിക്കാവുന്നതും അതിന്റെ ആ അർത്ഥങ്ങളും ഇന്നത്തെ പാട്ടിലൊന്നും ഇല്ല. വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പാടണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ക്ലിയറൻസിൽ ഒരു ആസ്വദിക്കാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല, വളരെ കുറവാണ്. ഇപ്പൊ പണ്ടത്തെ തന്നെ ഇപ്പൊ പല പാട്ടുകളും ഇപ്പൊ തമാശക്ക് തന്നെ പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പൊ ആണും പെണ്ണും ചേർന്നിട്ടൊന്ന് വിളിച്ച് രസിച്ച് നടന്നാൽ അന്ന് മുതൽക്ക് തുടങ്ങി മുസീബത്ത്, അങ്ങനെ ഒക്കെ ഉള്ള പാട്ടുകൾ അല്ലേ? നല്ല അതേമായിരിക്കും പല ട്യൂണുകളിലും ഉള്ള പഴയ പാട്ടിന് ഒപ്പില്ലാതെ പുതിയ പാട്ടുകളുണ്ട്. എൻ്റെ അനുഭവം അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഴയ പാട്ടുകൾ കുറെ റെക്കോർഡ് ചെയ്ത ആളാണല്ലോ. അപ്പൊ ആ റെക്കോർഡിങ്ങിന് നമുക്ക് കുറെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ പാട്ടും ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന പഴയ സിനിമയിലെ പാട്ട് തന്നെ ഇപ്പോ ഇല്ല. അപ്പൊ ആ ലെവലിൽ നമ്മളൊക്കെ പടം കാണുന്ന കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാശബലർ, പാപം മന്നിപ്പ്, ഇതൊക്കെ അന്ന് സിനിമ വരാന്ന് പറഞ്ഞാൽ മലയാള സിനിമ വളരെ കുറവുള്ളൂ. ഒക്കെ കൂടുതൽ സിനിമകൾ വന്നിരിക്കുന്നത് തമിഴ് പാട്ടുകൾ. അതിൽ NS കൃഷ്ണൻ, TA മധുരൻ എന്നൊക്കെ പറയുന്നവരും നിങ്ങൾ കണ്ടുകൂടി ഉണ്ടാവില്ല ഈ പറയുന്ന കക്ഷികളെ, മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തെ പടം തന്നെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത് കൊല്ലങ്ങളോളം അവിടെ കെടുക്കുക. ഒരു അണ്ണി എന്നൊക്കെ പറഞ്ഞ് തമിഴ് പിക്ചർ അറിയില്ല, അതൊക്കെ കണ്ടാൽ മനസ്സിൽ നിന്ന് ഇങ്ങനെ അല്ല ഒരേ പാട്ടുകൾ. ഇപ്പോൾ ശിവാജി ഗണേശന്റെ തന്നെ ഇപ്പോൾ ഈ 2 മനം വേണ്ടും പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ കണ്ടാൽ അറിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി അതൊക്കെ അന്ന് നല്ല നല്ല ഫേമസ് ആവുകയും ചെയ്തു. അപ്പൊ ഇന്നിപ്പോൾ അതിനൊന്നും മാർക്കറ്റില്ല. ഇപ്പോൾ കാലഘട്ടങ്ങളും മാറി, കമ്പ്യൂട്ടർ സിസ്റ്റമായി. അപ്പോൾ അങ്ങനത്തെ ലെവൽ വന്നപ്പോൾ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ എന്തൊക്കെ ഏതൊക്കെ യാതൊരു പിടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പൊ ഉള്ള അറിവ് വെച്ചിട്ട് അതിൽ കൂടെ കണ്ട് കെട്ടി പറയാം. അല്ല നമുക്ക് അറിയുന്നത് വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ. അതേപോലെ ഇപ്പോൾ വേറെ ഇപ്പോൾ ഞാനിപ്പോൾ കടയിൽ വന്നപ്പോൾ കണ്ടത്, സാധാരണ നമ്മളിപ്പോ ചൈനയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അത് യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുക, കേട് വന്നാൽ വലിച്ചെറിയുക, അതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടു. അതൊരു വളരെ പ്രത്യേകത ഉള്ള കാര്യം. അത് പറഞ്ഞാൽ ചൈനയുടെ സാധനം എന്ന് പറഞ്ഞപ്പോ മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒട്ടുപാറ വരെ നമ്മൾ പോകണം. പോവാന്ന് വെച്ചാൽ 2 ഭാഗത്ത് നോക്കിയാൽ എന്തെങ്കിലും പുണ്യം എടുക്കുന്ന കാണാം. ഉപയോഗശൂന്യമായിട്ട് ഇട്ടത് നമുക്ക് കാണാൻ പറ്റും. നടന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൃഷ്ടാന്തത്തിൽ പെടും. പക്ഷെ ഞാനത് ദൃഷ്ടാന്തത്തിൽ പെട്ടാൽ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊരു ഇത് കൂടിയുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു വർക്കായാലും അത് എങ്ങനെ മെഷീൻ ചെയ്തു, എങ്ങനെ അത് അവർ ചെയ്തു എന്ന് ഞാൻ വളരെ ചിന്തിക്കും. കാരണം അഴിച്ചാൽ കിട്ടാത്തൊരു വസ്തു ഉണ്ടാവും. അത് അഴിക്കേണ്ട രൂപം എവിടെയെന്ന് അറിയാതെ മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ സാധനം എങ്ങനെ അഴിക്കും എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് എങ്ങനെ അവർ കയറ്റി എന്ന് കൂടി ചിന്തിക്കുക. ഇത് അതിൻ്റെ ഉള്ളിലാവും വെക്കാൻ എന്ത് ചെയ്തു, അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ ആ ഭാഗം ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മളത് വർക്ക് ചെയ്യൽ. അപ്പോൾ നമ്മളത് എങ്ങനെയും അഴിച്ചെടുക്കും. ഇതിനേല് 59, 60 ആ കാലഘട്ടത്തിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു ഒരു മേനോണ്ടായിരുന്നു.
അയാൾ മിലിറ്ററി സർവീസിലിരുന്നിരുന്നു. അപ്പം അന്ന് എനിക്കെന്തായിരുന്നു ബിസിനസ് വെച്ചാൽ ഗ്രാഫ് ഫോൺ കല്യാണങ്ങൾക്ക് കൊണ്ട് നടക്കുക, മൈക്ക് സെറ്റ് ഇല്ലാത്ത കാലത്ത് ഗ്രാഫ് ഫോൺ. അപ്പോൾ ഗ്രാഫ് ഫോണിൻ്റെ എല്ലാ മെത്തേഡും പഠിക്കുകയും ചെയ്തു. അത് റിപ്പയർ ചെയ്യാൻ, നന്നാക്കാൻ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പെട്ടി ഒരു ദിവസം നേരം എടുത്താൽ എല്ലാവരും വന്ന് ബുക്ക് ചെയ്യും. കല്യാണങ്ങൾക്ക് അവിടെ വേണം ഇവിടെ വേണം, ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഗ്രാഫ് ഫോണായിട്ട്. അപ്പോൾ ആ കായലരികത്ത് നിന്ന് ഇറങ്ങിയ ഒരു CD-ക്ക് ഒരു ഡിസ്കിന് വേണ്ടിയിട്ട് തൃശ്ശൂർ മുഴുവൻ തപ്പിയിട്ട് ആ ഡിസ്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോയി. അവിടെ SMB എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ടായിരുന്നു. അവിടുന്ന് CD കിട്ടി. അപ്പോൾ ആ CD കിട്ടി അത് ഇവിടെ കൊടുത്തിട്ടാണ് എൻ്റെ ഗ്രാഫ് ഫോണിൽ ഓടിച്ചിരുന്നത്. കായലരികത്ത് നീലക്കോയിൽ പഴയ കാലത്ത്. അതെ തന്നെ. അപ്പം അന്ന് ഈ പ്രാന്തിലുള്ള ആളാണ് ഈ ഗ്രാഫ്. അപ്പം പിന്നെ ഗ്രാഫ് കൊണ്ട് അയച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മേനോൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോൾ ഒരു സൂട്ട് കേസ് കൊണ്ടുവന്നു. ഗ്രാഫ് ഫോണായിരുന്നത്. ഇത് കേടുവന്നപ്പോൾ അയാൾ പല ഭാഗത്തും കൊണ്ടുപോയി ഇതൊന്ന് റിപ്പയർ ചെയ്യാം. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു തുടങ്ങി ഇങ്ങനത്തെ ഒരാളുണ്ട് മൂപ്പരൊന്ന് സമീപിക്കായിരുന്നു ചെയ്ത്. സത്യത്തിൽ പറയുന്നത് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാനും അല്പം വേറൊന്ന് ഇതാക്കി. കാരണം എന്താ ചെയ്തിരിക്കണേ, ഒരൊറ്റ നെറ്റ് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ടുള്ളവർ, മേഡ് ഇൻ ജപ്പാനാ സാധനം. ഒരു നെറ്റ് പിടിപ്പിച്ചിട്ട് ആ നെറ്റ് ഊരിയെടുക്കേണ്ടത് എവിടെയെന്ന് അറിയില്ല. ആ നെറ്റാ ഊരിയ സാധനം അങ്ങനെ പോരും. ഈ പാഴ്സ് ഒന്നിച്ചുകൂടി പോരും. പക്ഷെ ആ നെറ്റ് എവിടെ ഇരിക്കുന്നത് അറിയണ്ടേ. അപ്പം നെറ്റ് എന്താ ഇതിരിക്കുന്നത് വെച്ചിട്ട് മുകളിൽ ചെയ്തിരിക്കുക, ഇങ്ങനെ മുകളിൽ ചെയ്തിരിക്കുക. അപ്പോൾ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇത് എങ്ങനെ ഇവർ കടത്തി ഈ സാധനങ്ങളൊക്കെ ഇതിൽ ഉള്ളിലേക്ക് വെക്കണ്ടേ. അപ്പോൾ അതെങ്ങനെ വെച്ചു വെക്കാനുള്ളൊരു ഇതാവുള്ളൂ. ആ പഴുതുകളോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇത് വെക്കാൻ. അപ്പോൾ അതെങ്ങനെയെന്നുള്ള സംശയം. അങ്ങനെ തപ്പി ഇത് കണ്ടു. ഈ മുകളിൽ സാധനം അടിച്ച് ഞാൻ ആ ഗ്രാഫ് ഫോൺ കറക്റ്റ് ചെയ്തിട്ട് ഇയാൾ കുറിച്ചു. അയാൾക്ക് വലിയ സന്തോഷമായി. എന്താ വീട്ടിലൊക്കെ അങ്ങനെയൊന്നും ഇല്ല, എന്നെ എന്താ വെച്ചാൽ തന്നാൽ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത് ചെയ്തു ഞാൻ. പിന്നെ ഇവിടെ ചില ഭാഷകളിൽ ചില ആൾക്കാർക്ക് വിളക്ക എന്തെങ്കിലും ടോർച്ചിൻ്റെ ചിലത് കിട്ടാണ്ടാവില്ല, നടന്നിട്ട് കിട്ടാതെ വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. അപ്പം ഞാനത് പ്ലാസ്റ്റിക്കിലടിച്ച് പ്ലാസ്റ്റിക്കിൽ ഒരുക്കി ഉണ്ടാക്കണ്ട വെച്ചാൽ ഒരുക്കി ഉണ്ടാക്കും. അല്ല മോൾഡ് ചെയ്തെടുക്കണ്ട വെച്ചാൽ മോൾഡ് ചെയ്തെടുത്തിട്ട് അത് സെറ്റ് ചെയ്യും, എന്നിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ എവിടെയും ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ അടുത്തേക്ക് വരിക. മനസ്സിലായ? കാരണം എല്ലാവരും ഇത് നോക്കിയിട്ട് ഒരു പുട്ടം കിട്ടാതെ. പിന്നെ ആൾക്കാർക്ക് അങ്ങനെ ശ്രമിക്കാനോ പഠിക്കാനോ എന്നുള്ള ഒരു താല്പര്യമില്ല. സാധനം കിട്ടിയാൽ ഇത് പറ്റില്ല, ഇത് സാധനം കിട്ടില്ല. ഞാൻ വളരെ ചെറുപ്പം മുതൽക്ക് എനിക്ക് ബ്ലോക്ക് എൻഗ്രീവേഴ്സ് എന്ന് പറഞ്ഞാൽ മരത്തിൽ ഡിസൈൻ ചെയ്യാണ്. അന്ന് എനിക്കതിലൂടെ വലിയ താല്പര്യമുള്ള ആളാണ്. എന്നിട്ട് ഈ കോളറില്ലേ, ഷർട്ടിൻ്റെ കോളർ, ഈ സ്റ്റാമ്പിൽ ഇതിൽ വെക്കുന്ന ടൈലേഴ്സിൻ്റെ അതന്ന് ഇറങ്ങണില്ല ആ കാലത്ത്. അപ്പം ഞാൻ തിരിച്ച തേക്കിൻ്റെ മരത്തിൽ ട്രേ ചെയ്തിട്ട് അതിൽ ഓരോരുത്തരുടെ പേര് ചോദിച്ചിട്ട് ടൈലേഴ്സിൽ സ്റ്റാമ്പ് അടിച്ചു കൊടുത്തിരുന്നു. ചെറിയ മരത്തിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിൽ ബ്ലോക്ക് എഗ്രിവേഴ്സ് ചെയ്ത് അവരുടെ അഡ്രസ്സ് ക്ലാസ്സൊക്കെ പറഞ്ഞ് അതൊക്കെ ശരിയാക്കിയിട്ട് അതിൽ ചെയ്തിട്ട് 500, 1000 വീതം അന്ന് ടൈലേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുറേ കാലങ്ങളെ കൊണ്ട് ഒരുപാട് കാലങ്ങളിൽ ജീവിതത്തിൽ ഇതുവരെ ഫീൽഡുകൾ വളരെ പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെ ഓരോ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യും. വണ്ടി ഓടി അതാ പരാജയം ചെയ്ത്. ഏറ്റവും വലിയ പരാജയം സൈക്കിൾ വിട്ടാൻ പഠിച്ചില്ല. അല്ല അങ്ങനെ ബാക്കി ബൈക്ക് അത് പറ്റില്ല, ഒന്നും ചെയ്തില്ല. അന്ന് ഇപ്പൊ കേൾക്കുക ഒരു ബൈക്ക് ഇല്ലാത്ത സങ്കടമായിരുന്നു വന്ന്. കാരണം ഈ വയസ്സുകാലത്ത് നടക്കാൻ വൈകിട്ട് പോവായിരുന്നു. ഇതിപ്പോ വാടകയ്ക്ക് വിളിക്കുക പിടിക്കുക വന്നിട്ട് വെള്ളം പോളങ്ങ് അപ്പൊ കാശിയാലും പോകണല്ലോ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഖേദം തോന്നാറുണ്ട്. അത് പഠിക്കാൻ വേണ്ടി കിട്ടിത്തരാം. ഇല്ല സ്ത്രീകളൊക്കെ ഓടിച്ചു പോകുമ്പോൾ എനിക്കുകൾ തോന്നും, ഒരു സ്ത്രീ ഇങ്ങനെ പോകാൻ നമുക്ക് പോയാലൊക്കെ തോന്നും മനസ്സിൽ. അതുപോലെ കുടുംബമൊക്കെ എങ്ങനെ ആരൊക്കെയാണ്? കുടുംബം വെച്ച് നമുക്ക് 4 മക്കളുണ്ട്. 2 പെണ്ണും 2 ആണും 4 പേരാണ്. 4 പേരും 2 പേരെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് കുട്ടികളുടെ കുട്ടികളായി. അവരൊക്കെ വിദ്യാഭ്യാസം എടുത്തു. ഒരു കുട്ടി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഗൾഫിൽ ജോലി നോക്കും, മകളുടെ കുട്ടി. ഒരു കുട്ടി ഇവിടെ TTC കഴിഞ്ഞിട്ടിരിക്കുന്ന ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി. പിന്നെ ഇപ്പോൾ ഒരു മകളുടെ കുട്ടികൾ 5 കുട്ടികളാണ്. 5 കുട്ടികളിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. 2 പേരെ കല്യാണം കഴിഞ്ഞു. ആരും പഠിച്ച് ഉദ്യോഗത്തിലൊന്നും കയറാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. പിന്നെ മക്കളാണ് 2 പേര്. അവർക്ക് മൂത്തവന് ഇവിടെ 3 കുട്ടികളാണ്. അതിൽ 3 കുട്ടികളിൽ 2 കുട്ടി പെണ്ണും 1 ആൺകുട്ടി, 3 കുട്ടികളാണ്. അപ്പോൾ അവളിപ്പോൾ മറ്റേ നഴ്സിങ്ങിന് പഠിക്കുന്നു, BSc നഴ്സിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. മൂത്ത കുട്ടി. ഒരു കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു. താഴെ കുട്ടി 6ൽ പഠിക്കുന്നു. അവരുടെ ഫാമിലി അവിടെ അവർ ഉള്ളൂർക്കരയിൽ താമസിക്കുന്നത്. ഇവിടെ അല്ല, ഉള്ളൂർക്കരയിൽ. ഇന്ന് നമ്മുടെ അബുറക്കയുമായുള്ള നാട്ടിൻപുറം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ പലർക്കും കഴിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ
ഒരു ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അദ്ദേഹം കൈയടക്കി കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു. അങ്ങനത്തെയുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ അഭിമാനപൂർവ്വം ഈ നാട്ടിൻപുറം ഇന്നിവിടെ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. സാങ്കേതിക ജ്ഞാനവും നർമ്മവും കർമ്മശേഷിയും കലാശാല യോഗ്യതകളല്ല, അത് ദൈവനിയോഗത്താൽ വന്നുചേരുന്ന പ്രാപഞ്ചിക ബിരുദങ്ങളാണ്. അത്തരക്കാർ ജീവിതത്തിൽ പരാജയപ്പെടില്ലെന്ന് മാത്രമല്ല, അവരുടെ പരിശ്രമങ്ങൾക്ക് വിജയങ്ങൾ നൽകി ഈ വിശ്വപ്രകൃതി തന്നെ തന്റെ മടിത്തട്ടിൽ കുടികിടപ്പവകാശം നൽകി അവരെ അനുഗ്രഹിക്കും. വരും തലമുറയ്ക്കും കാലത്തിനും ഇവരിൽ നിന്നും പഠിക്കാൻ ഒത്തിരിയുണ്ട്. അതിന് ഇത്തിരി ക്ഷമയും ഒത്തിരി ദൈവാനുഗ്രഹവും വേണമെന്ന് മാത്രം.